വൻ അഴിമതിയുടെ കഥകളാണ് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ED റെയ്ഡ് നടത്തിയിരിക്കുന്നു. റെയ്ഡ് എന്ന് പറഞ്ഞ ചില്ലറ റെയ്ഡല്ല. ഏതെങ്കിലും ചെറിയ സ്ഥാപനത്തിലോ ആരുടെയെങ്കിലും വീട്ടിലോ ഓഫീസിലോ ഒന്നുമല്ല. സർക്കാർ ഓഫീസിൽ, സർക്കാരിൻ്റെ ഹെഡ് ഓഫീസിൽ, സർക്കാരിൻ്റെ ഒരു വകുപ്പ്, ആ വകുപ്പിൽ തന്നെ മൊത്തത്തിൽ അഴിമതിയാണെന്ന് പറയുന്നു. ആ വകുപ്പിൻ്റെ ഹെഡ് ഓഫീസിൽ കയറിയിട്ട് 3 ദിവസം അവർ പരിശോധിച്ചിരിക്കുന്നു. പരിശോധിച്ചതിൻ്റെ അവസാനം ദിവസം ഡോക്യുമെൻ്റ് കാര്യങ്ങളെല്ലാം ചാക്കി വാരി കെട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ മാത്രമല്ല, വൻകിട മദ്യ ഫാക്ടറികൾ ഈ തമിഴ്നാടിൻ്റെ ടാസ്മാക്കിലേക്ക് സപ്ലൈ ചെയ്യുന്ന, അവരുടെ മദ്യ ഔട്ട്ലെറ്റുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന വൻകിട ഫാക്ടറികൾ, അതിൽ പലതും DMKയുടെ നേതാക്കന്മാർ തന്നെയാണ്. അവരുടെ ബിനാമി പേരിലേക്കുള്ള സ്ഥാപനങ്ങൾ തന്നെ. അതിലും റെയ്ഡ് നടത്തിയിട്ട് കണക്കിൽപ്പെടാത്ത പല പൈസയും ഡോക്യുമെൻറ്റും എല്ലാം പിടിച്ചെടുത്തിട്ട് പോയിട്ടുണ്ട്. വൻ അഴിമതി എന്തായാലും അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏത് സാധാരണക്കാരും നോക്കിയാൽ മനസ്സിലാവുന്നൊക്കെയാണ് പറയുന്നത്. അത്രയും വലിയ തോതിലാണ് അവിടെ അഴിമതി കൊടികുത്തി വാണിരിക്കുന്നത്. എന്നിരുന്നാലും ഇതെല്ലാം ഇനി ഏത് തരത്തിൽ പുറത്തു വരും, അല്ലെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് ഈ അഴിമതിനെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മളിനി കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ഡബിളിംഗ് എന്നുള്ള പരിപാടിയാണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡബിളിംഗ് എന്ന് പറഞ്ഞാൽ ബില്ലിന് കാട്ടിലും ഇരട്ടി സാധനങ്ങൾ വിൽക്കുക. ടാസ്മാക്കിനൊരു 100 ലോഡിൻ്റെ ബില്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ 200 ലോഡിൻ്റെ സാധനം അവിടെ വിൽക്കുന്നുണ്ട്. ആ 100 ലോഡിൻ്റെ എക്സ്ട്രാ 100 ലോഡിൻ്റെ കാശ് DMKക്കാണ് പോകുന്നത്, പൈസ. അപ്പോൾ 45,000 കോടി രൂപയാണ് ഒരു വർഷം ഈ ടാസ്മാക്കിൻ്റെ വരുമാനം. അത്രയും തന്നെ DMKക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു 10% ആയിട്ടുണ്ടെങ്കിൽ തന്നെ 10-20,000 കോടി രൂപ അഴിമതിയെങ്കിലും അവിടെ നടന്നിട്ടുണ്ടാകും എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും അഴിമതി നടന്നിട്ടുണ്ട്, അത് കൈയോടെ പിടിച്ചിട്ടുണ്ട്. ഇനി അത് അറസ്റ്റിലേക്ക് നീങ്ങോ, ഇത് പണിഷ്മെൻറ്റ് കാര്യങ്ങൾ വരുമോ, അതല്ല BJP അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമോ എന്നുള്ളത് ഇനിയിപ്പോൾ അവർ തീരുമാനിക്കണം. കാരണം അവരാണല്ലോ തീരുമാനിക്കേണ്ടത്, അവരാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അവർക്ക് ഫേവറല്ലാത്ത ആൾക്കാരെയായാലും സർക്കാരുകളെയായാലും സംസ്ഥാന സർക്കാരുകളെയായാലും നിലയ്ക്ക് നിർത്തുന്നത് അങ്ങനെയാണ്. നിലയ്ക്ക് നിർത്തുന്ന രീതിക്ക് നിന്നില്ലെങ്കിൽ അവരെ പോകും. സ്റ്റാലിൻ നിലയ്ക്ക് നിൽക്കുന്ന ആളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അവരെപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ചാടാവുന്ന ആൾക്കാരാണ്. അപ്പം ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെയും അവരുടെ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരെയും അല്ലെങ്കിൽ അവർ സർക്കാർ ഫണ്ട് വിട്ട് നൽകുന്നില്ല എന്നുള്ള കാരണമൊക്കെ പറഞ്ഞിട്ട് സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നുകൂടെ ഡൽഹിയിൽ അവർ സമരം ചെയ്തിട്ടുണ്ട്. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ റെയ്ഡ് കാര്യങ്ങളൊക്കെ ഇവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ടാസ്മാക്കിൻ്റെ വീടുകളിലൊക്കെ മദ്യ വിൽപ്പനശാലകളിലൊക്കെ ബില്ലിംഗ് പരിപാടി തുടങ്ങി. ഈ സെൻട്രൽ ബാലാജി എന്നൊരു മന്ത്രിനെ അറസ്റ്റ് ചെയ്തതിന് കഴിഞ്ഞു. അപ്പോൾ അതോടുകൂടി തന്നെ ഇവർക്ക് കാര്യം മണത്തിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവർ ബില്ലിംഗ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പുള്ള അഴിമതി കാര്യങ്ങളെല്ലാം അതവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. BJP ഗവൺമെൻറ്റിന് ഇത് മുന്നേ കൂട്ടി അറിയായിരുന്നു. എന്നിട്ടും ഇപ്പം എന്തിനാണത് റെയ്ഡും കാര്യങ്ങളും നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇലക്ഷൻ വരികയാണ്. മാത്രമല്ല, ഇവർക്ക് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഉടക്ക് വെച്ച് കഴിഞ്ഞാൽ DMKയുടെ MP-മാരുടെ സപ്പോർട്ട് വേണം. 33 MP-മാരുണ്ട്, മതി, ധാരാളം. ഒരാര് പോയാലും പ്രശ്നമല്ല. കാരണം സ്റ്റാലിൻ്റെ കടിഞ്ഞാണ് മോദിയുടെയും അമിത്ഷായുടെയും കയ്യിലാണ് എന്നുള്ള നിലയ്ക്ക് അതിനെ ഉപയോഗിക്കാനാണ് കൂടുതൽ സാധ്യത. അതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, അവിടെ ആൾക്കാർ.
പ്രതികരിക്കുന്നില്ല. കാരണം പ്രതിപക്ഷത്തിന് ഈ അഴിമതിക്ക് പങ്കുള്ള ആൾക്കാരാണ്. അവർ ഭരിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് ഒരു ഈ സെന്തിൽ ബാലാജിയൊക്കെ ഭയങ്കര കഴിവുള്ള ആളാണ് മണി മാനേജ്മെന്റ്. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് ഇതിന്റെ മാക്സിമത്തിൽ എത്തിച്ചു എന്ന് മാത്രം. അപ്പോൾ ADMK ഭരിക്കുമ്പോഴുണ്ട് ഇത്, ജയലളിത ഭരിക്കുമ്പോഴും ഇത്, എടപ്പാടിയും ഭരിക്കുമ്പോഴും ഇതെല്ലാം ഈ അഴിമതിയുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ആകെ BJPയുടെ അണ്ണാമലയാണ് 1-2 പ്രാവശ്യം വായി തുറന്നത്. ആ BJPക്കാരെ അയാളെ പിടിച്ച് വായടിപ്പിച്ചിട്ട് ഞങ്ങളെ പറഞ്ഞിട്ട് ഇനി വായി തുറന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ അതിൽ കൂടുതൽ വേറൊന്നും പറയുന്നില്ല. എല്ലാം വരും, പുറത്ത് വരട്ടെ എന്നിട്ട് പറയാമെന്നൊക്കെയാണ് മൂപ്പരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വലിയ വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ലക്ഷം കോടി രൂപയുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പം അതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് ഉപയോഗിച്ചിട്ടും സ്റ്റാലിൻ അടങ്ങിയില്ലെങ്കിൽ അടുത്ത പണി കേജ്രിവാളിന്റെ ഗതിയായിരിക്കും മാത്രം. എല്ലാത്തിലും അഴിമതിയാണ് ഈ തമിഴ്നാട് ഗവൺമെന്റിൽ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ 363 രൂപയാണ് ഒരു ദിവസം. ഒരു കമ്പനിക്ക് കരാർ കൊടുത്തിരിക്കണം 363 രൂപ 90 പൈസ. ഒരു ക്ലോസറ്റ് വാങ്ങിക്കാൻ കിട്ടി. ഒരു ക്ലോസറ്റ് ക്ലീൻ ചെയ്യാനുള്ള പൈസ 3 രൂപ 80 പൈസ ഉണ്ടായിരുന്നു കോർപ്പറേഷൻ അവർ ചെയ്തുകൊണ്ടിരുന്ന പണി. കോർപ്പറേഷൻ തൊഴിലാളികൾ ആ പണിയാണ് 3 രൂപയുടെ പണിയാണ് ഈ 380 രൂപ കരാർ കൊടുത്തിട്ട് അതിൽ അഴിമതി 1000 കോടി രൂപയുടെ അഴിമതി എന്നാണ് പറയുന്നത്. അപ്പോൾ കിട്ടുന്നതിലെല്ലാം അഴിമതി കാണിച്ച് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു വോട്ടിന് 10,000 രൂപ കൊടുക്കേണ്ടതാണ് അടുത്ത വർഷം. അപ്പം അത്രയും ചിലവുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇവരുടെ കയ്യിൽ തന്നെ വാങ്ങിച്ചെടുക്കണ്ടേ. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും പെട്ടുവെന്ന് മാത്രം. ഇനിയിപ്പോൾ ആ ഫണ്ടുകൾ കിട്ടാൻ പോകുന്നില്ല. ഫണ്ടുകൾ മൊത്തം ബ്ലോക്ക് ചെയ്യും BJPക്ക് എന്തായാലും അവിടെ ഭരിക്കാനുള്ള സീറ്റും കാര്യങ്ങളും കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഒരു കടിഞ്ഞാണ് അവരുടെ കയ്യിലായിരിക്കും മാത്രം. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി വിജയ്ക്ക് കാര്യങ്ങൾ ഈസിയാക്കുമെന്ന് തോന്നുന്നു. എന്താണ് അഴിമതി ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നതല്ലാതെ തെളിവുകൾ കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതുകൂടായി. സ്റ്റാലിൻ്റെ കാര്യത്തിൽ 2026 ഏകദേശം തീരുമാനമായ മട്ടാണ്. കാരണം ഇത് ഈ റെയ്ഡും കാര്യങ്ങളും ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചൂട് പിടിപ്പിച്ച് ഒരു വർഷം കൂടെ കാണാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. ഇത് സ്റ്റാലിൻ ജയിലിലേക്കാണോ അല്ല സ്റ്റാലിൻ NDAയിലേക്കാണോ എന്നുള്ളത് കണ്ടറിയാം. നന്ദി, നമസ്കാരം.